ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്ത് വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതാദ്യം തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത ക്യാരറ്റൊക്കെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത പാല് വേണം, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം, പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് എടുക്കുന്നുണ്ട്. നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ നട്ട്സ് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര വേണം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്ത ക്യാരറ്റും അതുപോലെ തന്നെ ആ വേവിക്കാൻ വെച്ച വെള്ളവും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്യാരറ്റ് ഈ വെള്ളത്തിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ക്യാരറ്റ് വേവിച്ച വെള്ളത്തിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ പാലൊഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നിങ്ങളിത് അടിച്ചെടുക്കുമ്പോൾ പഞ്ചസാര കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഞ്ചസാര ഇഷ്ടമുള്ളവർ പഞ്ചസാര മാത്രം ഇട്ട് അടിച്ചാലും മതി. മിൽക്ക് മെയ്ഡിനോട് താല്പര്യമുള്ളവർ മിൽക്ക് മെയ്ഡ് പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് അടിച്ചാലും മതി. ഏതാണെങ്കിൽ നിങ്ങളിഷ്ടം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നട്ട്സും, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഡ്രിങ്ക് കുടിക്കുമ്പം, ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല ഇടയ്ക്കിടയ്ക്ക് ഈ നട്ട്സ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.